ഇവിടെ ഒരു 50,000 എണ്ണത്തിന് താമസിച്ച് വന്നാലും ഇപ്പോൾ രോഗിക്ക് ഈ കിടക്കേണ്ട സൗകര്യം. കാരണം ഈ RCC ചിത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. RCCയിൽ ഫുഡ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെയുള്ള പേഷ്യൻസിനും അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. ഫുഡിനെ പോലെ തന്നെ ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് താമസ സൗകര്യം എന്നത്. സഹചാരിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിപ്പോ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ റൂം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള 10 റൂമിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ 450 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. 6 മാസം കിടക്കുന്നവരുണ്ട് അവിടെ. ഈ റൂമിൽ 6 മാസം 3 മാസം ഇത് 650 രൂപയ്ക്ക് വാടകയ്ക്ക് കിടക്കുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരു മാസം കിടക്കുമ്പോൾ ഒരു എത്ര ആണെന്ന്. 10 ദിവസം വരെ 6,500 രൂപയായി. രോഗികൾ കൂട്ടിക്കൊണ്ട് പോയി നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെ വേണേലും റൂം കിട്ടും. നമ്മൾ ഈ ബൈസ്റ്റാൻഡായിട്ട് കൊണ്ട് നിൽക്കുന്നവർക്ക് റൂം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ചാർജിങ് കൊടുക്കണം. അല്ല 1-2 സ്ഥലത്ത് ഈ ക്രാബായിട്ടുള്ള സ്ഥലത്ത് ബെഡ് മാത്രം, ആ ബെഡിൽ കിടക്കാം. സേഫ്റ്റി ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള. ഇവിടെ തൊട്ടടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1000 രൂപ 1500 രൂപയൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പോകുന്നവര് വൈകുന്നേരം പോകും, കിടക്കും. ഇപ്പൊ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകും, പോയിട്ട് അവിടെ കിടന്നുറങ്ങും. രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് പോരും. 6 മണിയല്ല 5 മണിക്ക് വരും. പകലൊന്നും അവിടെ ഇല്ല. ഇത്ര സമയത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചാർജ്. ഒരുപാട് ആൾക്കാരും കൂടി പോകുന്നുണ്ട്. എല്ലാ തമിഴ്നാട്ടുകാരും പറഞ്ഞിട്ട് എല്ലാ ഊരിലും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഊരുന്നെങ്കിൽ എല്ലാവരും ഊരിലുണ്ടാവും. ഒരുപാട് സംഘടനകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് അതിന്റെ ആവശ്യകത കൂടി വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ പേഷ്യൻസിന്റെ കണക്കെടുക്കുമ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ബെഡിന്റെ ആവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യം വരുന്നുണ്ട്. പലരും ഇവിടെ വഴിയോരത്തും അതേപോലെ ഒഴിഞ്ഞ ബെഞ്ചുകളിലൊക്കെ ആയിരിക്കും കിടക്കുന്ന കാണാറ്.